ആരാ എവിടുന്നാ? പ്രൊഫസർ ചക്രവാണി. ഭൂതം ഭാവി വർത്തമാനത്തിന്റെ അതെ. പ്രതിഷ്ഠ ഇവിടെ ഒരു 4 days 3 ദിവസം കഴിഞ്ഞു വരും. എനിക്ക് അടിയന്തരമായിട്ട് ഒരു കാര്യം പറയാനുണ്ടായി. അയ്യോ, ആരുടെ അടിയന്തരമായിരുന്നാലും അദ്ദേഹം ഇവിടെ ഇല്ല. ഒരു ആധ്യാത്മിക പര്യടനത്തിലാണ്. പേരും മേൽവിലാസം ഉണ്ടെങ്കിൽ തരൂ, പ്രൊഫസർ വരുമ്പോ ഞാൻ വിവരം പറയാം. അയ്യോ, അത് പ്രൊഫസർ അല്ലേ? അല്ല, അത് ലെക്ചറാ. അത് പ്രൊഫസറാ? അല്ല, ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതാ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. ദേവി, ഇപ്പോൾ തന്നെ പ്രൊഫസറെ കാണാൻ എന്നെ ഒന്ന് അനുവദിക്കണം. അത് പ്രൊഫസറാണെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഒന്ന് ഞാൻ സമ്മതിക്കും, നിങ്ങൾ കണ്ടത് പ്രൊഫസർ ചക്രവാണിയെ തന്നെയാണ്. പക്ഷേ ആത്മാവില്ലാത്ത ശരീരം ജഡമാണെന്നറിയുക. നിങ്ങൾ പ്രൊഫസറുടെ ഭൗതിക ശരീരത്തെയാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ ആത്മാവ് അങ്ങ് കാശിയിലോ പൂഞ്ഞാറ്റിലോ ബദരീനാഥത്തിലോ ആയിരിക്കും. ആത്മാവ് അവിടെ നിന്ന് എത്താൻ 3 ദിവസമാകും. അതുകൊണ്ടാണ് 3 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞത്. മേൽവിലാസം തന്നിട്ട് പൊയ്ക്കോളൂ. KP ശങ്കുണ്ണിപ്പിള്ള, കോൺട്രാക്ടർ, കാവനാട് PO. ശരി, ധൈര്യമായിട്ട് പൊയ്ക്കോ. എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിച്ച് ധൈര്യമായിട്ട് വരൂ. KP ശങ്കുണ്ണിപ്പിള്ള, കോൺട്രാക്ടർ, കാവനാട് PO. അണ്ണോ, അണ്ണങ്കുരോ. തണ്ണീർ കൊണ്ടുവാ. ഇവിടെ കുഴിക്കാൻ. അയ്യോ, ഇത് വീട്ടുകാരറിയാതെ കഴിക്കാൻ വേണ്ടി ഞാൻ തന്നെ കഴിഞ്ഞ ആഴ്ച കുടിച്ചിട്ട ചാരായമാണ്. ഇത് മറന്നുപോയി. ഇറങ്ങാൻ പോവാൻ എന്നെ പിടിച്ചോ. വെള്ളം കൊണ്ടുവാ. ഇവിടെ കുടിയണം. സുപ്രം കിട്ടി കൊഴിത്തല വല്ല ഉപദ്രവവും ഇനിമേലിൽ ഞങ്ങൾക്ക് ഉണ്ടാകുമോ എന്നുകൂടി അറിയണം. ഇല്ല, ഇനി ഞാൻ ഇവരെ ഇങ്ങോട്ട് പറഞ്ഞയക്കത്തില്ല. സന്തോഷം.
നീ ഈ കർമ്മം കഴിഞ്ഞു, നീ അടുത്ത കർമ്മം തുടങ്ങാം. കണ്ടോ കണ്ടോ ബാക്കി സുഖാൻ കേട്ടോ. ആഹാ ആഹാ. അപ്പൊ പറഞ്ഞതുപോലെ ശങ്കുണ്ണിപ്പിള്ളയുടെ എല്ലാ വിവരം അറിഞ്ഞുകൊണ്ട് വന്ന് എന്നോട് പറയണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഏറ്റോ? ആ. എന്റെ കല്ലേയോ കാലേ അല്ലേ അതെ ഇവിടെ എവിടെ പോയത്? വെല്ലും ബ്രേക്കില്ലാതോടാ ഉന്തു വണ്ടി കൊണ്ട് നടക്കുന്നത്. സിസ്റ്ററെ, പെങ്ങളെ, കൊടപ്പെങ്ങളെ, പെങ്ങളെ. ചേട്ടാ, ഇവിടെ താമസിക്കുന്ന ശങ്കുണ്ണി പിള്ളയെ കുറിച്ച് വല്ലതും അറിയോ? അറിയാവല്ലോ. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ചില വിവരങ്ങൾ അറിയാനുണ്ട്. എന്താ അറിയണ്ടേ? എന്നാ ശങ്കുണ്ണി മുതലാളി വിവാഹിതനായത്? 1969 ഫെബ്രുവരി 13 ആദ്യത്തെ കുഞ്ഞ് ജനിച്ചത് 2 മാസമല്ലേ ആയുള്ളൂ. തന്റെ കുഞ്ഞല്ലടോ, ശങ്കുണ്ണി മുതലാളിയുടെ കുഞ്ഞ്. 1971 മെയ് 14 മൂലത്തിൽ, മൂല നക്ഷത്രത്തിൽ. കുഞ്ഞിന്റെ പേര് വിക്രാന്ത്. വിക്രാന്ത്. അണ്ണാൻ കട്ട വികാസ്. വികാസ് വികാസ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തുമാത്രം ത്യാഗം സഹിച്ചിട്ടാണെന്ന് അറിയാമോ ശങ്കുണ്ണി മുതലാളിയുടെ ഡയറി ഞാൻ തപ്പിക്കൊണ്ട് വന്നത്? അയാൾ ഇപ്പൊ വരും. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിനകത്തുള്ളതെല്ലാം കാണാപ്പാടം പഠിക്കണമെന്ന്? കുറച്ചു വായിച്ചപ്പോ ഉറങ്ങിപ്പോയി. എടോ, ചെയ്യുന്ന തൊഴിലിനോട് അല്പമെങ്കിലും ആത്മാർത്ഥ വേണം. പറഞ്ഞേ, എന്തോന്നാ കുഞ്ഞിന്റെ പേര്? വിക്രാന്ത്. വിക്രാന്ത്. ആ എംബോക്ക് വായ തോന്നിയൊക്കെ എഴുതി വെച്ചാ എനിക്കങ്ങനെ ഓർമ്മ വരും. എടോ, വികാസ്. വികാസ്. അടുത്ത ചോദിച്ചോളൂ, പറയാം. ആദ്യം ചെയ്ത തൊഴിൽ കപ്പലണ്ടി കച്ചവടം. അവിടെ നിന്ന് അങ്ങനെ അടിവെച്ച് ഉയരുകയായി. അങ്ങനെ അടിവെച്ച് പെട്ടെന്ന് അങ്ങനെ ഉയരണ്ട, ഓരോന്നായിട്ട് പറയണം. അത് പറയാം. പറ്റത്തില്ല. അത് പറഞ്ഞോളാം. ഇതാ കണ്ടോ, ജീവിതത്തിലെ ഓരോ വഴിത്തിരിവും അടിവരയിട്ടാ ശങ്കുണ്ണി മുതലാളി എഴുതിയിരിക്കുന്നത്. അയാള് വരുമ്പോ ഞെട്ടിപ്പിക്കാൻ നമുക്ക് കിട്ടിയ കനകാവസരം താൻ പുറംകാലുകൊണ്ട് തട്ടി എറിഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറും. അയ്യോ, ശങ്കുണ്ണി മുതലാളി വരുന്നു. എവിടെ? ശ്രദ്ധിച്ചോണം, എന്നെ നാറ്റിക്കരുത്. ഏയ്, നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കില്ലേ, പിന്നെന്തോ. ആരാ മനസ്സിലായില്ലല്ലോ? ആത്മാവ് വന്നു. പ്രൊഫസറുടെ ആത്മാവ് പര്യടനം കഴിഞ്ഞു വന്നു. ഓ, ആത്മാവും ഭൗതിക ശരീരം അകത്തുണ്ട്. വരൂ. ഓ, ഞാൻ ശങ്കുണ്ണിപ്പിള്ള ഒന്നിങ്ങോട്ട് പറയണ്ട. എല്ലാം ഒരു 3D ചലച്ചിത്രത്തിൽ എന്ന പോലെ മുന്നോട്ട് തള്ളി വരുന്നത് നാം കാണുന്നു. 3D പഴയ തൃക്കണ്ട് നമ്മുടെ പരമശിവന്റെ. പുരാണവും ശാസ്ത്രവും തമ്മിൽ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുകയാണ് ഇവിടെ. കപ്പലണ്ടി കച്ചവടത്തിൽ തുടങ്ങിയ ത്യാഗസുലഭമായ ജീവിതം 1969 ഫെബ്രുവരി 13 വിവാഹിതനായ ശങ്കുണ്ണിപ്പിള്ളയ്ക്ക് 1971 മെയ് 14 ഒരു ആൺകുഞ്ഞ് ജനിച്ചില്ലേ? ജനിച്ചു. ആ പൊന്നോമൽ കുഞ്ഞിനെ നിങ്ങൾ വിക്രാന്ത് എന്ന് പേരിട്ടില്ലേ? അല്ല, വികാസ്. കപ്പലണ്ടി കച്ചവടത്തിൽ നിന്നും തേങ്ങ കച്ചവടത്തേക്ക് ചാടിയ ശേഷം പാട്ടപ്പെടുത്തം പാവപ്പെട്ടവരെ പറ്റിച്ചും നിങ്ങൾ പണമുണ്ടാക്കിയില്ലേ? അത് ഏതോ മറ്റുള്ളവർ നിൽക്കുമ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഗമസ്തേഷി, അകത്തേഷി, അകത്തേക്ക് പോകാൻ. പിന്നീട് നിങ്ങൾ പഞ്ചായത്ത് റോഡുകൾ വെട്ടാൻ കോൺട്രാക്ട് എടുത്തു. സർക്കാരിനെയും തൊഴിലാളികളെയും പറ്റിച്ച് പിന്നെയും നിങ്ങൾ പണക്കാരനായി. പറ്റിച്ചതല്ല, വഞ്ചിച്ചതാണല്ലേ? ജീവിക്കാൻ വേണ്ടി. ഒന്നും പറയണ്ട.
നിങ്ങൾ നാട്ടുപ്രമാണിയായി. കുതികാൽവട്ടും രാഷ്ട്രീയവും കച്ചവടം ചെയ്ത് നിങ്ങൾ സർക്കാരിന്റെ അണക്കെട്ട് വരെ പൊട്ടിച്ചു. നിങ്ങൾ വളരുകയായിരുന്നു. ആ ഹൗസിംഗ് ബോർഡിന് വേണ്ടി നിങ്ങൾ കെട്ടിക്കൊടുത്ത 7 നില കെട്ടിടങ്ങൾ തകർന്നു വീണതോടെ നിങ്ങളുടെ കണ്ടകശനി ആരംഭിക്കാൻ തുടങ്ങി. സിമന്റിന്റെ കുംഭകോണം കാരണമാണ് കെട്ടിടം തകർന്നത്. ആ നിങ്ങൾ കോടതി കയറി, തല്ലുകൊണ്ടു. ഇപ്പോൾ ഈ കാണുന്ന ശരീരം മുഴുവൻ നീരാണല്ലേ? ആ ഒടുവിൽ നിൽക്കക്കല്ലില്ലാതായപ്പോൾ നിങ്ങളുടെ കള്ളക്കളിക്കെല്ലാം കൂട്ടുനിന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കൂടെ നിങ്ങളുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി. പറയൂ, നിങ്ങൾക്ക് ഭാര്യ വേണോ അതോ ഗവൺമെന്റ് കോൺട്രാക്ടർ ആകണോ?